ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രെഡ് പോളേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ പോള ഉണ്ടാക്കാനായിട്ട് സ്റ്റൗവിൽ ഒരു പാന് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കിയതാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഈ മസാലേൻ്റെ ഒക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഈ ഒരു മിക്സിൽ നല്ലോണം വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ തൂവി കഴിഞ്ഞാൽ നമ്മുടെ പോളയ്ക്കുള്ള ഫില്ലിങ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോള റെഡിയാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ പോള റെഡിയാക്കാനായിട്ട് ഒരു സോസ് പാനിൽ കുറച്ച് നെയ്യ് തടവി നമ്മൾ റെഡിയാക്കി വെക്കുക. ഇനി ഈ മുട്ടൻ്റെ മിക്സിൽ ഒരു ബ്രെഡ് എടുത്തിട്ട് മുക്കിയെടുക്കുക. ഈ സോസ് പാനിൻ്റെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡുകൾ വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ബ്രെഡ് കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. എങ്ങനെയായാലും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. വെച്ചെടുത്ത് ലെവൽ ചെയ്തിട്ടെടുക്കുക. പിന്നീട് നമുക്ക് ഈ ഫില്ലിങ് കവർ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡുകളും ഇതേപോലെ മുട്ടയിൽ മിക്സ് ചെയ്ത് ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ബ്രെഡ് ഓരോന്നും വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഓരോ ബ്രെഡും മുട്ടൻ്റെ മിക്സിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള ഈ മുട്ടൻ്റെ മിക്സ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ലെവലാക്കി എടുക്കുക. കാരണം ഇതിന് ഗ്യാപ്പുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ മുട്ടൻ്റെ മിക്സ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഈ പോളയൊന്ന് മറിച്ചിട്ട് കൊടുക്കുക വേണ്ടിയത്. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോള അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഫ്താറിനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.